രണ്ടാമത്തെ മലയുണ്ട് ഇപ്പോൾ നമ്മൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇവിടുന്ന് നേരെ ഇറങ്ങിയിട്ട് ഷില്ലോങ് റൂട്ട് പിടിച്ചു പോവാണ്. അങ്ങോട്ടൊക്കെ കണ്ടോ, ഇത് ശരിക്കും അടിപൊളി അമേസിങ് വ്യൂ ആട്ടോ. ഇവിടുന്ന് അടുത്ത ലോറി വരുന്നുണ്ട് കേട്ടോ. വീണ്ടും ഇവിടെ ബ്ലോക്കായി കണ്ടില്ലേ. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. സൈഡ് എടുക്കാണ് അല്ല, ഇവിടെയൊക്കെ ലോറി കയറി പോകുന്ന ആ ഒരു ഏരിയ ഉണ്ടോ. ഇവിടുത്തെ അവസ്ഥ കാട്ടി കയറി മുകളിലെത്തിയപ്പോൾ കണ്ട കാഴ്ച കേട്ടോ. കുറേ നേരമായി ഇതാ റോഡ് തടസ്സാക്കിയിട്ട് കുറച്ച് ആളുകളെ റാലി പോകുന്നുണ്ടോ. ഇതിന് ആട്ടിടയന്മാരുണ്ട് ഈ ഒരു ഭാഗത്തേക്കൊക്കെ. ഓയ് 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 4 വീൽ ഇങ്ങനെ അടിച്ച് മിന്നിച്ച് വരും. ബൈക്ക് വളരെ കുറവാണ്. ബൈ എടുക്കണമൊക്കെ ആ ഒരു കേവിങ് ഉണ്ടാവും. കേവിങ് എടുക്കുമ്പോൾ ബൈ ഇടയ്ക്കിടയ്ക്ക് പറയണം കേട്ടോ, സൂക്ഷിച്ച് കണ്ടെടുക്കണം, അല്ലെങ്കിൽ സ്ലിപ്പറി ആവും. മഴക്കാലത്ത് ഒന്നും ഡേഞ്ചറാണ്. ഈ റോഡൊക്കെ നോക്കി, ഇവിടെ ലാൻഡ് സ്ലൈഡ് ഉണ്ടായ ഏരിയയാണ്. റോഡ് ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. എന്നുവെച്ചാൽ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ലാൻഡ് സ്ലൈഡ് ഉണ്ടാവുമ്പോൾ JCB ഒക്കെ വന്നിട്ട് റോഡ് ക്ലിയർ ചെയ്യും. നിങ്ങൾ നോക്കാം അങ്ങോട്ടേക്കുള്ള ഒരു വ്യൂ. ഈ റോഡ് പിടിച്ചിട്ടൊക്കെ ഉണ്ടോ നമ്മൾ പോകുന്നത്. കണ്ടില്ല, ഇതാണ് ഇവിടുത്തെ മെയിൻ പ്രശ്നം. വേറെ ഒരു ലോറി വരുന്ന സമയത്ത് കൺജസ്റ്റഡ് ആയിട്ട് നമുക്ക് കുറച്ച് സ്ഥലം മാത്രം കിട്ടുള്ളൂ. അവിടെ പിടിച്ചിട്ട് നമ്മൾ സൈഡ് കൊടുക്കണം കേട്ടോ. അതാണൊക്കെ വഴി കൊടുക്കണുണ്ടോ, സൈഡ് കൊടുക്കണുണ്ടോ. ഓക്കെ, നമ്മളിതാ ഈ റൂട്ട് പിടിച്ചിട്ടാട്ടോ പോകുന്നത്. ആ ഒരു ലോറി ഇതാ ആ ഒരു അങ്ങോട്ടേക്ക് പോയി. ഈ റൂട്ട് അടിപൊളി കേട്ടോ, വേറെ തന്നെ കാഴ്ചയാണ്. കണ്ടില്ല, ഇവിടെ കുറച്ച് ഡ്രൈ ആയി കിടക്കുന്ന ഏരിയയാണ്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഈ റോഡ് നോക്കി നല്ല രസം കേട്ടോ കാണാൻ. ഈ ഒരു ആംഗിളിൽ കാണാൻ അടിപൊളിയല്ലേ. ഇതെന്താണ്, ലോകം അവസാനിച്ചാ കണ്ടോ, ഒരു വില്ലേജിലേക്ക് എൻ്റർ ആയതാണ്. ഇതാണ് ഞാൻ പറഞ്ഞ ഒരു പ്രശ്നം കേട്ടോ. ചില വില്ലേജിലേക്ക് പോകുന്ന റോഡുകളൊക്കെ വളരെ മോശം കേട്ടോ. കുത്തി കുലുങ്ങിയിട്ടാണ് ഇപ്പോൾ പോകുന്നത്. ഇവിടെയൊക്കെ ചെറിയ ചെറിയ വീടുകളുണ്ട്, ആൾതാമസമൊക്കെ ഉണ്ട്. അതിങ്ങനെ ആടി ചാടി കളിച്ച് അമ്പുലുകളൊക്കെ നല്ല ഡാൻസാണ് കളിക്കാൻ. ഓക്കെ, ചെറിയൊരു വീടുണ്ട്. ഹായ്, ഓ കുട്ടികൾ കളിക്കാട്ടോ. റോഡിൻ്റെ ഒരു അവസ്ഥ നമുക്ക് ഫുള്ള് പൊട്ടി പൊളിഞ്ഞ റോഡുകളാണ്. ഇവിടെ പയ്യനെ വിശ്വസിച്ചിട്ടോ ഈ ഒരു ട്രക്കിൽ അവളിങ്ങനെ ഇളകിയിരിക്കണേ. കാരണം അപ്പുറത്തേക്കൊന്ന് സ്കിഡായി വീണ് കഴിഞ്ഞാൽ തീർന്നുട്ടോ. അങ്ങനത്തെ റോഡുകളാണ്. എനിക്ക് അങ്ങോട്ടേക്കുള്ള വിഷ്വൽസ് കാണിക്കൽ കുറച്ച് റിസ്ക് ആട്ടോ. പിന്നെ കോടമഞ്ഞ് ഇറങ്ങി തുടങ്ങി, അതുകൊണ്ട് വിഷ്വൽസ് അത്ര ക്ലിയർ അല്ല. റോഡുകളൊന്നും ഒരു രക്ഷയില്ല കേട്ടോ. ചെറിയ കുഞ്ഞ് റോഡായിപ്പോൾ. അങ്ങോട്ടേക്കുള്ള വ്യൂ ഉണ്ടോ, നല്ല അമേസിങ് വ്യൂ ആണ്. ബൈക്ക് റൈഡേഴ്സൊക്കെ എന്തായാലും മസ്റ്റായിട്ട് മേഘാലയയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ റോഡ് ട്രൈ ചെയ്യണം എന്നാട്ടോ ഞാൻ പറയുന്നത്. നോക്കേ, ഇങ്ങോട്ടേക്കുള്ള വ്യൂ നോക്കേ. പതുക്കെ ഇങ്ങനെ മല ഇറങ്ങാനാണ്. ഹോണില്ലാത്തതുകൊണ്ട് ഹോൺ അടിക്കാൻ വയ്യ കേട്ടോ. നോക്കേ, വഴി എടുക്കണുണ്ടാവും. ഈ റോഡ് എങ്ങനെ ഉണ്ടേ നോക്കേ. നമ്മളിപ്പോൾ ദാ ഇവിടെ നിന്ന് ഇങ്ങനെ കാട്ടി കയറും കേട്ടോ. മുകളിലൂടെ ഒരു റോഡ് പോകുന്നത് നിങ്ങൾ കാണണ്ടോ, അതിലൂടെ ഉണ്ടോ ഇനി നമ്മൾ കയറാൻ പോകുന്നത്. ഇപ്പോഴത്തേക്കുള്ളൊരു വ്യൂ ഒക്കെ ഒരു രക്ഷയില്ല. ഓ എന്നാടാ വ്യൂ, ഒരു രക്ഷയില്ലാത്ത വ്യൂ കേട്ടോ. ട്രക്ക് ഇങ്ങനെ പതുക്കെ ഈ ഒരു സൈഡിലൂടെ പോവാണ്. വൈബാട്ടോ. ഈ റോഡ് എങ്ങനെ ഉണ്ടേ നോക്കേ. നമ്മളിപ്പോൾ ദാ ഇവിടെ നിന്ന് ഇങ്ങനെ കാട്ടി കയറും കേട്ടോ. മുകളിലൂടെ ഒരു റോഡ് പോകുന്നത് നിങ്ങൾ കാണണ്ടോ, അതിലൂടെ ഉണ്ടോ ഇനി നമ്മൾ കയറാൻ പോകുന്നത്. ഇപ്പോൾ വേറെ വണ്ടി വന്നു കഴിഞ്ഞാൽ സീനാട്ടോ. ഈ ഒരു ട്രക്കിന് ഹോണില്ല. പയ്യ ഇസ്കോ ഹോൺ ഹേ, ഹോൺ 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 ഹേ. ഇന്ത്യൻ ഓക്സിൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡ് ആരും സ്കിപ്പ് ചെയ്യണ്ട, സൂപ്പർ എപ്പിസോഡാണ്. നമ്മൾ ഈ ഒരു ട്രക്കിൽ വടംബൈ ഉണ്ട്, വടംബൈയുടെ മോനുണ്ട്. പുതപ്പ് മൂടി കിടക്കട്ടെ ചെക്കന്. നമ്മുടെ കാട്ടൊക്കെ കയറി ഷോയിയോങ് എന്ന് പറഞ്ഞ വില്ലേജിലേക്കാണ് യാത്ര. ഗുവാഹട്ടിയിൽ നിന്ന് വരുന്ന ട്രക്കാട്ടോ. എന്തായാലും ഇവിടുത്തെ കുറച്ച് കാഴ്ചകൾ കാണാം. അപ്പോൾ നമുക്ക് നേരെ നമ്മളെ യാത്ര ആരംഭിക്കട്ടോ. അടിപൊളി കാഴ്ചകളായിരിക്കും. തിരിഞ്ഞ് കയറാനാണ്. അങ്ങോട്ട് കണ്ടോ, നമ്മൾ ആ നേരത്തെ കണ്ട ബറാബാനുണ്ട്, അവിടെ കണ്ടോ ഒരു ട്രക്ക് പോകുന്നത് കേട്ടോ. ഇനി മുകളിലേക്ക് കയറി പോകണം. സൂപ്പർ വ്യൂ ആട്ടോ. ഇത് നൈറ്റിൽ ഇതിലൂടെ പോകുമ്പോൾ ഈ ഒരു കാഴ്ച നമുക്ക് കിട്ടൂല. ഇനി കുറച്ച് മുകളിലേക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ മുകളിൽ നമുക്ക് കുറച്ച് വില്ലേജുകളുണ്ട്. അതും കൂടി കണ്ടിട്ട് നമുക്ക് ഈ ഒരു ഘാട്ടിൻ്റെ ഒരു വ്യൂ നമ്മളിൽ നിന്ന് അവസാനിക്കും കേട്ടോ. ഇതൊക്കെ അവിടെ മുകളിൽ റോഡ് പോകണുണ്ടോ, നമുക്ക് അവിടെ എത്തണം. എന്തായാലും പോയി നോക്കാം. ഓ, വേറെ വണ്ടി വന്നു കഴിഞ്ഞാൽ സീനാട്ടോ. ഈ ഒരു ട്രക്കിന് ഹോണില്ല. പയ്യ ഇസ്കോ ഹോൺ ഹേ, ഹോൺ 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 ഹേ. ഹോണില്ല കേട്ടോ. കുറേ കാലമായി ഞാനിത് നമുക്ക് സമയം ഹോണില്ലാണ്ട് ഇങ്ങനെ പോവാണ്. കാരണം ഇങ്ങനത്തെ ഏരിയ നിൽക്കാം
4 വീൽ ഇങ്ങനെ അടിച്ച് മിന്നിച്ച് വരും. ബൈക്ക് വളരെ കുറവാണ്. ബൈ എടുക്കണമൊക്കെ ആ ഒരു കേവിങ് ഉണ്ടാവും. കേവിങ് എടുക്കുമ്പോൾ ബൈ ഇടയ്ക്കിടയ്ക്ക് പറയണം കേട്ടോ, സൂക്ഷിച്ചും കണ്ടെടുക്കണം, അല്ലെങ്കിൽ സ്ലിപ്പറി ആവും. മഴക്കാലത്ത് ഒന്നും ഡേഞ്ചറാണ്. റോഡുകളൊന്നും ഒരു രക്ഷയില്ല കേട്ടോ. ചെറിയ കുഞ്ഞ് റോഡായിപ്പോൾ അങ്ങോട്ടേക്കുള്ള വ്യൂ ഉണ്ടോ, നല്ല അമേസിങ് വ്യൂ ആണ്. ബൈക്ക് റൈഡേഴ്സൊക്കെ എന്തായാലും മസ്റ്റായിട്ട് മേഘാലയയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ റോഡ് ട്രൈ ചെയ്യണം എന്നാട്ടോ ഞാൻ പറഞ്ഞത്. നോക്കെ ഇങ്ങോട്ടേക്കുള്ള വ്യൂ നോക്കെ, ബൈക്കിലൊക്കെ പോകുമ്പോൾ അമേസിങ് ആണ്. അതുമല്ല വൈബ് അടിച്ചിട്ട് നമുക്ക് പോകട്ടോ. രാത്രി പോകുന്നതിനെക്കാട്ടി ബെറ്റർ നൈറ്റിൽ പോകുന്നതിനെക്കാട്ടി ബെറ്റർ ഡേയിൽ പോകുന്നതാണ്. കാരണം ഈ ഒരു വ്യൂ ഒക്കെ കിട്ടണം എന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് തന്നെ നമ്മൾ വരണം കേട്ടോ. ഇതൊക്കെ വളഞ്ഞ് തിരിഞ്ഞ് കയറാണ്. ബൈക്ക് റൈഡേഴ്സ് ഈ ഒരു ഭാഗത്ത് ഞാൻ അത്ര കണ്ടിട്ടില്ല കേട്ടോ, കുറവാണ്. കുറച്ച് റിസ്ക് ആണ്. ട്രക്കായിട്ടൊക്കെ പോലെ മെയിൻ ട്രക്കാണ് പോകുന്നത്. ഒന്നാമത്തെ റീസൺ ഷില്ലോങ്ങിലേക്ക് നേരെ ടൗൺ പിടിച്ചിട്ട് ട്രക്ക് അങ്ങോട്ടേക്ക് എൻ്റർ ആവില്ല. ഗവൺമെൻറ്റിൻ്റെ കീഴിൽ അങ്ങനെ ഒരു ബാൻ അവിടെ വെച്ചിരുന്നു. അതുകൊണ്ടാണ് ട്രക്ക് ഇങ്ങനെ വളർന്ന് പൊളിഞ്ഞ് കയറുന്നുണ്ടോ. എന്നിട്ട് നേരെ ചില വില്ലേജുകളെ പിടിച്ച് ഷില്ലോങ് ടൗണിലേക്ക് പോലാണ്. ഇങ്ങനെ വിശ്വസിച്ചിട്ടോ ഈ ഒരു ട്രക്കിൽ അവളിങ്ങനെ ഞെളിഞ്ഞിരിക്കണ്. കാരണം അപ്പുറത്തേക്കൊന്ന് സ്കിറ്റായി വീണ് കഴിഞ്ഞാൽ തീർന്നുട്ടോ. അങ്ങനത്തെ റോഡുകളാണ്. എനിക്ക് അങ്ങോട്ടേക്കുള്ള വിഷ്വൽസ് കാണിക്കൽ കുറച്ച് റിസ്ക് ആട്ടോ. പിന്നെ കോടമഞ്ഞ് ഇറങ്ങി തുടങ്ങി, അതുകൊണ്ട് വിഷ്വൽസ് അത്ര ക്ലിയർ അല്ല. എന്തായാലും ശ്രദ്ധിച്ച് പോകണം കേട്ടോ, പേടിയാണ്. എക്സ്പീരിയൻസ് ഇല്ലാത്തവർ മാക്സിമം ഈ റോഡിലൂടെ പോകാൻ നല്ല. ട്രക്ക് കേട്ടോ, 4 വീലറൊന്നും അത്ര പ്രശ്നമില്ല. ട്രക്ക് ആകുമ്പോൾ സൈഡ് എടുത്ത് പോകേണ്ട ഒരു സീനുണ്ട്. ബൈക്ക് ഒന്നും പറയാനില്ല, നല്ല റോഡാണ് കേട്ടോ. എന്തായാലും ബൈക്കിൽ മേഘാലയ വരുന്നവർ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്താൽ പൊള്ളിക്കും. ഓക്കെ, റോഡ് കണ്ടില്ല, സൂപ്പറാണ്. കാട്ടി കയറി മുകളിലെത്തിയപ്പോൾ കണ്ട കാഴ്ച കേട്ടോ. കുറേ നേരമായി ഇതാ റോഡ് തടസ്സാക്കിയിട്ട് കുറച്ച് ആളുകളെ റാലി പോകുന്നുണ്ടോ. ഇതിന് ആട്ടിടയന്മാരുണ്ട് ഈ ഒരു ഭാഗത്തേക്ക്. ഓയ് 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 കണ്ടില്ല, ഇവരിങ്ങനെ സൈഡായതുകൊണ്ട് വണ്ടി പോവാനേ കുറച്ചും കൂടി എളുപ്പമായി. അങ്ങോട്ടേക്കുള്ള വ്യൂ ഉണ്ടോ, 2 മലയാണ്. ആ മലൻ്റെ അടിയിലൂടെ എന്തോ അരുവി എന്തോ അവിടെ പോകുന്നുണ്ട് കേട്ടോ. എന്നാലും മുന്നോട്ടേക്ക് പോവാം. വയ്യുണ്ട്, ഉണ്ട്. നമ്മളിപ്പോൾ ഏകദേശം ഹൈ റേഞ്ചിലേക്ക് എത്തി. പിന്നെ നേരെ മുന്നിൽ കാണുന്ന ആ ഒരു ഏരിയ ആണ് ഷില്ലോങ് ഭാഗം. ഇതൊക്കെ വില്ലേജ് ഏരിയകളാട്ടോ. ഈ ഒരു ഭാഗത്തൊന്നും ആളുകൾ തന്നെയല്ല, ആൾതാമസം വളരെ കുറവാണ്. പിന്നെ ഒറ്റപ്പെട്ട വീടുകളൊക്കെ ആ ഒരു ഭാഗത്ത് കാണുന്നുണ്ട് കേട്ടോ. ഇതാണ് നമ്മൾ ട്രക്ക് കണ്ടില്ല, ഇങ്ങനെ വലിഞ്ഞ് കയറി വരികയാണ്. കൃഷി ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃഷി കുറവാണ്. ഇപ്പം എന്തോ കൃഷി ഉണ്ടോ, അഭി അഗ്രികൾച്ചർ ഹേ. അച്ഛാ ഓക്കെ, ഇങ്ങനെ കയറട്ടെ കേട്ടോ. കണ്ടില്ല, ഇതാണ് ഇവിടുത്തെ മെയിൻ പ്രശ്നം. വേറെ ഒരു ലോറി വരുന്ന സമയത്ത് കൺജസ്റ്റഡ് ആയിട്ട് നമുക്ക് കുറച്ച് സ്ഥലം മാത്രം കിട്ടുള്ളൂ. അവിടെ പിടിച്ചിട്ട് നമ്മൾ സൈഡ് കൊടുക്കണം കേട്ടോ. അതാണൊക്കെ ബൈ കൊടുക്കണണ്ട, സൈഡ് കൊടുക്കണണ്ട. ബൈ എല്ലാവരായിട്ടും കമ്പനി കേട്ടോ, എല്ലാവരായിട്ടും സംസാരിക്കും, ചായ വാങ്ങി കൊടുക്കും. കുട്ടികളോടൊക്കെ നല്ല സ്നേഹം കേട്ടോ. മകനും പൊന്നു പോലെ ബയ്യ നോക്കുന്നുണ്ട്. അതാണ് ഒരു ബയ്യൻ്റെ ഏറ്റവും വലിയ പോസിറ്റീവ് കേട്ടോ. ഇൻസ്പിറേഷനാണ് ശരിക്കും ബയ്യൻ്റെ ഒരു ക്യാരക്ടർ. നല്ല സ്വഭാവം. ഇപ്പോൾ കാസി ടൈപ്പിലെ ആളുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികമൊന്നും നമ്മളായിട്ട് അങ്ങനെ മിങ്കിളാവില്ല. എല്ലായിടത്തും അങ്ങനെ തന്നെയാണ്. നാഗാലാൻഡിൽ അങ്ങനെ ആയിരുന്നു, മണിപ്പൂർ, മിസോറാം, ത്രിപുര ഒക്കെ ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ തന്നെയാണ് അവൻ്റെ. പക്ഷെ പയ്യ അങ്ങനെയല്ല കേട്ടോ. പയ്യ പല ഗുവാഹത്തി, പല ഹിന്ദി സംസാരിക്കുന്ന ഏരിയകളൊക്കെ പോകുന്നതുകൊണ്ട് തന്നെ ആളുകളായിട്ട് സംസാരിക്കാനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ബൈക്ക് നന്നായിട്ട് അറിയാം കേട്ടോ. അവിടുന്ന് അടുത്ത ലോറി വരുന്നുണ്ട് കേട്ടോ. വീണ്ടും ഇവിടെ ബ്ലോക്കായി കണ്ടില്ലേ. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. സൈഡ് കൊടുക്കാനും അല്ല, ഇവിടെയൊക്കെ ലോറി കയറി പോകുന്ന ആ ഒരു ഏരിയ ഉണ്ടാവും. ഇവിടുത്തെ അവസ്ഥ കേട്ടോ. ആ ലോറിൻ്റെ ഏറ്റവും മുകളിലത്തെ ഭാഗം ഇവിടെ തട്ടിയിട്ടാണ് പോയത്. ഇതെന്ത് മരാന്ന് അറിയില്ല, എന്തായാലും കുഴപ്പമില്ല. ഉള്ളിലേക്കാണ് പോട്ടിട്ടോ, അല്ലെങ്കിൽ ഫോണ് താഴെ വീണ് കഴിഞ്ഞാൽ സീനാണ്. അടുത്ത ലോറി കംപ്ലീറ്റ് ലോറികളാട്ടോ. പയ്യൻ്റെ ഒരു കഷ്ടകാലം. എന്നാലും എക്സ്പേർട്ട് ആളുകൾക്ക് സിമ്പിളായിട്ട് വണ്ടി എടുത്ത് പോകട്ടോ. വേണ്ടോ, വീണ്ടും പോയി ഏറോ. ഈ പെർലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ട് കേട്ടോ. ഒരുപാട് സംഗതികൾ ഇവിടെ പഠിപ്പിച്ചിരുന്നു. പെർലം കർത്തം കുമ്നോ, കർത്തം കുമ്നോ എന്ന് പറഞ്ഞാൽ പറയും. കർത്തം കുമ്നോ എന്ന് പറഞ്ഞാൽ വടീസ് പറഞ്ഞേ കർണോസിലും തന്നെ ഹൗ ഓൾഡ് അറിയോ. അങ്ങനെ ഒരുപാട് സംഗതികൾ പഠിപ്പിച്ചതാണ്. നമ്മൾ പെട്ട് ഗൈസ് കണ്ടില്ല, അവിടുന്ന് ഒരു ലോറി വരുന്നുണ്ട്. അപ്പോൾ ആ ലോറിക്ക് സൈഡ് എടുക്കുന്ന ഒരു ലോറിയാണ് കണ്ടില്ല. അത് ബാക്കോട്ടേക്ക് വന്നിട്ട് ഇങ്ങനെ സൈഡ് കൊടുത്തുകൊണ്ടിരിക്കട്ടോ. ഭയ കണ്ടറിഞ്ഞിട്ട് ഇതാ ഈ ഒരു കേബിൽ ടർണിങ്ങിൽ ഇട്ടുകയാണ്.
ഇതിപ്പോൾ സുഖസുന്ദരമായിട്ട് ആ ലോറിക്ക് ആ ഒരു വഴി പിടിച്ച് പോകട്ടോ. ഇതാണ് ഇവിടുത്തെ ഒരു മെയിൻ പ്രശ്നം. ഈ ഒരു വണ്ടി കണ്ടില്ല, ഈ ഒരു 4 വീലറും കണ്ടറിഞ്ഞിട്ട് അവിടെ നിർത്തി കൊടുത്തതാണ്. അതായത് ഒരു പച്ച കളറിലൊരു വണ്ടി വരുന്നുണ്ട് അവിടുന്ന്. ഈ ലോറി ഇങ്ങനെ ഇതാ വരുന്നുണ്ട്. വെയിറ്റ് ചെയ്യട്ടെടാ. ഒരുപാട് വണ്ടികളിപ്പോൾ ഒന്നുകൂടി റഷ് ആവല് തുടങ്ങി. വണ്ടികളെ വരവൊന്നും. ഈ റോഡ് പോകുന്ന നോക്കിയാൽ അവിടുന്ന് സൂര്യപ്രകാശം അടിക്കുന്നുണ്ടാ. ഏകദേശം സൺസെറ്റിനോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. തണുപ്പ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇരുട്ടും ചെറുതായിട്ട് വന്നു തുടങ്ങി. റോഡ് പോകുന്നുണ്ടാ. ഞാൻ കുറച്ച് പോയി സ്പീഡിലാണ് പോകുന്നത്. ക്ലിയർ ഓക്കെ. ഇത് ശരിക്കും അതാ ഇതിൽ മുകളിൽ കാണിക്കുന്ന പോലല്ല ഗിയറിൻ്റെ സിസ്റ്റം. അത് കണ്ടിട്ട് ഗിയർ തട്ടാൻ നിന്ന് കഴിഞ്ഞാൽ പണി കിട്ടും. ഓക്കെ, ഇവിടെ ഇതെന്താ ये क्या है इसमें ना खाने की चीज़ है ये ऐसा है नहीं खा सकते ना. ആ ഈ ഒരു മരത്തുമ്മലൊക്കെ നിങ്ങൾ കണ്ടോ, എന്തോ ഒരു തിന്നാൻ പറ്റുന്ന പോലത്തെ ഒരു പഴം പോലെ ഒരു സാധനം കേട്ടോ. പക്ഷെ കുറച്ചൊരു ഡ്രൈ ആയി കിടക്കുന്നുണ്ട്. അത് തിന്നാൻ പറ്റുമെന്ന് ഞാൻ ചോദിച്ചാണ്. തിന്നാൻ പറ്റൂല കേട്ടോ. സൂര്യപ്രകാശം അടിക്കുമ്പോൾ നല്ല ലൈറ്റ് വരുന്നുണ്ട്. അടിപൊളി. ഓ ഇതാണ്ടില്ല, ഇവിടെയൊക്കെ എന്തായിട്ട് ചെറുതായിട്ട് പണി നടക്കുന്നുണ്ട് കേട്ടോ. വളഞ്ഞ് തിരിഞ്ഞ് കയറുന്നതാണ്. ഇതൊക്കെ നമ്മളിതാ ഈ റൂട്ട് പിടിച്ചിട്ടാട്ടോ പോകുന്നത്. ആ ഒരു ലോറി ഇതാ ആ ഒരു അങ്ങോട്ടേക്ക് പോയി. ഈ റൂട്ട് അടിപൊളി കേട്ടോ. വേറെ തന്നെ കാഴ്ചയാണ്. കണ്ടില്ല, ഇവിടെ കുറച്ച് ഡ്രൈ ആയി കിടക്കുന്ന ഏരിയയാണ്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഈ റോഡ് നോക്കി നല്ല രസം കേട്ടോ കാണാൻ. ഈ ഒരു ആംഗിളിൽ കാണാൻ അടിപൊളിയല്ല. അങ്ങോട്ടേക്കൊക്കെ മരങ്ങളിങ്ങനെ തിങ്ങി കിടക്കുന്ന ഏരിയയാണ്. ഓഫ് നൈസ് അമേസിങ്. ഓക്കെ, ശരിക്കും ഈ ഒരു വയ്യാട്ടോ. ഇവിടെ എല്ലായിടത്തും ഇങ്ങനെയാണ്. ഗവൺമെൻറ് ചില കാര്യത്തിൽ വളരെ ബാക്കിലാണ് കേട്ടോ. ഇവിടെ റോഡ് പോകുന്നുണ്ടാ. വളഞ്ഞ് തിരിഞ്ഞ് പോവാണ്. ചില ഏരിയകളിലൊന്നും ഹിൽ സ്റ്റേഷനിൽ റോഡ് ഇവർ കംപ്ലീറ്റ് പണിതിട്ടില്ല കേട്ടോ. വളരെ മോശമായിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. കണ്ടില്ല, ഈ റോഡൊന്നും പ്രശ്നമില്ല. ചില റോഡുകൾ ഞാൻ ഇന്നലെ കണ്ടിരുന്നു. ചില വില്ലേജുകളിലേക്കുള്ള റോഡുകളൊന്നും അടിപൊളിയല്ല. കാരണം അവിടെ ആൾതാമസം ഉണ്ടായിട്ടും ഗവൺമെൻറ് അത് വേണ്ടത്ര രീതിയിൽ പരിഗണിക്കണില്ല. അവിടെ ടാറൊന്നും ഇടണില്ല കേട്ടോ. ആ ഒരു കാര്യത്തിൽ ഭയ്യ പറഞ്ഞു ഗവൺമെൻറ് കുറച്ച് മോശമാണ്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി റൂട്ട് പിടിച്ച് പോകാട്ടോ. വൈബ് തന്നെയാണ് ഈ ഒരു ഏരിയ. ഉണ്ടില്ല, ഇവിടെ നിന്ന് ഒരാളും മനുഷ്യനില്ലാത്ത ഏരിയയാണ്. ഇവിടെ വേറെ സംഗതി, ബയ്യക്ക് തന്നെ ഇവിടെ ഏക്കർ കണക്കിന് സ്ഥലമുണ്ട്. ഇവിടെ അല്ല, ഷോയൂം എന്ന് പറഞ്ഞ വില്ലേജിലാണ് ബയ്യൻ്റെ വീട്. അവിടെ ഏക്കർ കണക്കിന് സ്ഥലമുണ്ട്. കണ്ടില്ലേ, പെട്ടെന്ന് ബ്രേക്ക് ചവിട്ടിയ കേട്ടോ. അവിടെ നിന്നൊരു വണ്ടി എന്നാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു തന്നെ, ഇവിടെ ഒരുപാട് സ്ഥലം ഉണ്ടെങ്കിലും ടാക്സ് ഇല്ല. പക്ഷെ ആ സ്ഥലത്തിനൊന്നും അത്ര എക്സ്പെൻസീവ് അല്ല കേട്ടോ. വില കിട്ടൂല. ഇങ്ങനെ മലപ്രദേശങ്ങളാണ്. ഇവിടുത്തെ ആളുകൾക്ക് ഭൂമി കിട്ടിയിട്ടും വലിയ കാര്യമില്ല കേട്ടോ. ഭൂമി കിട്ടിക്കഴിഞ്ഞാലും ചെറിയ വീട് വെച്ചിട്ട് ചെറിയ രൂപത്തിലുള്ള ലൈഫ് സ്റ്റൈലാണ്. അടിപൊളി റോഡുകളിലൂടെ കേട്ടോ ഇപ്പോൾ പോകുന്നത്. ഇതെന്താണ്, ലോകം അവസാനിച്ചാ കണ്ടോ. ഒരു വില്ലേജിലേക്ക് എൻ്റർ ആയതാണ്. ഇതാണ് ഞാൻ പറഞ്ഞ ഒരു പ്രശ്നം കേട്ടോ. ചില വില്ലേജിലേക്ക് പോകുന്ന റോഡുകളൊക്കെ വളരെ മോശം കേട്ടോ. കുത്തി കുലുങ്ങിയിട്ടാണ് ഇപ്പോൾ പോകുന്നത്. ഇവിടെയൊക്കെ ചെറിയ ചെറിയ വീടുകളുണ്ട്, ആൾതാമസമൊക്കെ. ഇതാണ് റോഡിൻ്റെ അവസ്ഥ. ഇവിടുത്തെ ലോറികളുടെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം അതിന് പരിപ്പിളകൂട്ടും. ഒന്നാമത് പഹാടിയിലാക്കിൽ ഓടുന്ന വണ്ടികൾക്കൊന്നും കൂടുതൽ കാലം ഫിറ്റ്നസും പെർമിറ്റും ഒന്നും കിട്ടില്ല. എന്നുവെച്ചാൽ അത്രയും മെയിൻ്റനൻസ് ആവശ്യമുള്ള വണ്ടികളാവും. എന്നാലാണ് നമുക്ക് ഫ്യൂച്ചറിൽ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അതിങ്ങനെ ആടി ചാടി കളിച്ച് ആവുമ്പോഴേക്കിലൊക്കെ നല്ല ഡാൻസാണ് കളിക്കുന്നത്. ഓക്കെ, ചെറിയൊരു വീടുണ്ട്. ഹായ്. ഓ, കുട്ടികൾ കളിക്കാട്ടോ. റോഡിൻ്റെ ഒരു അവസ്ഥ നമുക്ക് ഫുള്ള് പൊട്ടി പൊളിഞ്ഞ റോഡുകളാണ്. ഇവിടുത്തെ വേലിയൊക്കെ നോക്കട്ടാ. ബാമ്പുമാണ് ഇവർ യൂസ് ചെയ്തിട്ട്. പിന്നെ മരത്തിൻ്റെ സെറ്റപ്പൊക്കെ ഉണ്ട്. इधर पेट्रोल मिलेगा, पेट्रोल डीजल नहीं मिलेगा ना? ब्लैक में मिलेगा? नहीं मिलेगा, तो उधर से भर के आने पड़ेगा ना? ओके കുത്തിക്കുലുങ്ങി അങ്ങനെ പോകട്ടെ. അവിടുന്ന് ഒരു 4 വീലർ വന്നാണ്ടോ അങ്ങോട്ടേക്ക് ചാരി അടുപ്പിച്ച് നിർത്തിയിട്ടേ നമുക്ക് സൈഡെന്നാണ്. ഈ ഒരു ഏരിയ ഒക്കെ എങ്ങനെയുണ്ട് നോക്ക്. നല്ല ബ്യൂട്ടിഫുൾ കേട്ടോ. കൂളിംഗ് ഉള്ളതുകൊണ്ട് അടിപൊളി ഇതിലൂടെ ട്രാവൽ ചെയ്യാൻ. വീണ്ടും ഇവിടെ കട്ടറ്. അപ്പം നമ്മൾ വീണ്ടും ഡാൻസ് കളിക്കാം. ട്രക്ക് ഇങ്ങനെ പതുക്കെ എടുക്കാം കേട്ടോ. ഒരു വില്ലേജ് തന്നെയാണ്. ഈ വില്ലേജ് का नाम क्या भैया? കണ്ടില്ലേ, ഈ ഒരു ഭാഗം മുഴുവൻ പൊട്ടി പൊളിഞ്ഞാണ്.
വീണ്ടും നമ്മൾ ചെറിയൊരു വില്ലേജിലേക്ക് എൻ്ററായി. കുട്ടികൾ വീടിന് മുന്നിലൊക്കെ കളിക്കുന്നുണ്ട്. അപ്പോൾ സമയം ഒരു 4:30-5 മണിയായി. ഇതുണ്ട് മോളെ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ടോ. മോളെ ഫോറസ്റ്റ് ഏരിയകളിലൊക്കെ നമുക്ക് കൂടുതലായിട്ട് കാണാം. ഇതാ അവിടെ നിന്നൊരു കാറ് വരുന്നത്. ഇതാ ഇങ്ങനത്തെ വില്ലേജുകളിലൊക്കെ ടാക്സികൾ മാത്രമേ ഉള്ളൂ. മഞ്ഞ കളറിൽ അവരെ ഗവൺമെൻറ് ടാക്സ് ആയിട്ട് ഉപയോഗിക്കുന്ന കേട്ടോ, ടാക്സി ആയിട്ട് ഉപയോഗിക്കുന്ന വണ്ടികളാണ് ഇതൊക്കെ. എന്തായാലും മുന്നോട്ടേക്ക് പോവാം. പിന്നെ ഇപ്പോൾ ഈ ഒരു സീസണിൽ സ്കൂളിൽ പോകുന്നുണ്ട്. ഇവിടെ ചുറ്റിയാണ്, അവധിയാണ്. സ്കൂൾ അभी बंद है. वो झूठ बोल रहा है, आपको इन्हें स्कूल में भेजेगा अभी. ഇവിടെ ഇതാണ്ടില്ലേ ഇങ്ങനത്തെ ജീപ്പ് ലോറികൾ ഇഷ്ടം പോലെ ഉണ്ട്. സാധനം ലോഡ് ചെയ്യാനൊക്കെ ഇവർ ഉപയോഗിക്കുന്ന കേട്ടോ. കുഞ്ഞു കുഞ്ഞു വീടുകളുണ്ടാവും. എന്തൊരു ഭംഗിയൊക്കെ. നല്ല തണുത്ത ഏരിയയിലാണ് കണ്ടോ. ഈ ഒരു വീടിൻ്റെ മുന്നിൽ തന്നെ ഒരു നായി കിടന്നുറങ്ങുന്ന കണ്ടോ. തോരട്ടിരിക്കുകയാണ് ഇവരുടെ ഡ്രസ്സൊക്കെ. ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു കടകൾ മാത്രമേ ഉള്ളൂ കേട്ടോ. അതൊക്കെ കുട്ടികളെ കളിക്കാൻ വേണ്ടി പോവാണിത്. ഏയ് ഏയ് കണ്ടോ. പിന്നെ ഇവിടെ കൃഷി ഉണ്ട് കേട്ടോ. ചെറിയ രൂപത്തിലൊക്കെ അങ്ങോട്ടേക്ക് കൃഷി ഉണ്ട്. മെയിനായിട്ട് മരമാണ്, ലക്കടിയാണ്. ഇവിടെ ടമാട്ടർ ഉണ്ട്, പിന്നെ ആലുണ്ട്, ഫുൾഗോബി ഉണ്ട്, ഗോബി ഉണ്ട്. ട്രാൻസ്ലേറ്റ് ചെയ്ത് തരാം. നമ്മളെ ടൊമാറ്റോ, കാബേജ്, അതേപോലെ തന്നെ കോളിഫ്ലവർ, ഉരുളങ്കിഴങ്ങൊക്കെ ഉണ്ട് കണ്ടോ. ഈ ഒരു കല്ല് ഇവിടെ എക്സ്പെൻസീവ് ആട്ടോ. ആസാമിലേക്കൊക്കെ ഇതിന് ഓർഡർ ചെയ്ത് പോകുന്നത്. വേറൊരു വില്ലേജ് ആട്ടോ. അത്യാവശ്യം ഇവിടെ ആളുകളുണ്ട്, ആൾ താമസവും ആൾപ്പെരുമാറ്റമൊക്കെ ഉണ്ട് കേട്ടോ. ആളുകൾ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്ന ഒരു രംഗമാണ്. കണ്ടില്ലേ ഇവിടെ പല രൂപത്തിലുള്ള വീടുകളുണ്ട്. വീട് ഹായ് ബലോ കണ്ടോ. ആ കുട്ടി എന്താ പാത്രം എന്തോ മൂറുണ്ടോ. ഇവിടെ ഭയങ്കര ഇതാട്ടോ. ചെറിയ കുഞ്ഞുമക്കളാണെങ്കിലും പിന്നെ ലേഡീസൊക്കെ ആണെന്നുണ്ടെങ്കിലും അവർ ഷോപ്പിലൊക്കെ പോയി ജോബ് ചെയ്യുന്നൊരു സിസ്റ്റം ഉണ്ടോ. എന്ന് വെച്ചാൽ ലേഡീസും ഒക്കെ ഏൺ ചെയ്യാൻ, പിന്നെ അതേപോലെ തന്നെ ബിസിനസ്സിനോട് കൂടുതൽ അറ്റാച്ചുള്ള ആളുകളാണ്. വീട്ടിൽ വെറുതെ ഇരിക്കുന്ന ഒരു സെറ്റപ്പ് ഇവിടെ ഇല്ല. കംഫർട്ട് സോൺ മാക്സിമം ഒഴിവാക്കിയിട്ട് ജോബ് ചെയ്യുന്നവരാണ്. അവിടെ നിന്നൊരു മാരുതി എണ്ണൂർ വരുന്നത്. ഇവിടെ നോർമലി കോമൺലി ഉള്ളൊരു വണ്ടിയാണത്. നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ ഇത് കഴിഞ്ഞു. ഇതൊക്കെ ഇവിടുത്തെ ഒരു വീടുണ്ടോ, ചെറിയ കുഞ്ഞു വീടാണ്. മരം ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്. ചെറിയ ചെറിയ കൃഷി ഉണ്ട് കേട്ടോ. ഇവിടെ കണ്ടില്ല ചെറിയൊരു ബൗണ്ടറി ഒക്കെ തിരിച്ചാണ്ട് ചെറിയൊരു വീടാണ്. ചെറിയൊരു വീടാട്ടോ. കണ്ടില്ല കംപ്ലീറ്റ് ഇത് മരം കൊണ്ടാണ് ഈ ഒരു സെറ്റപ്പ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഞാൻ പോയി നോക്കാം. ആ ഒരു സൈഡിലൊക്കെ കോട ഇറങ്ങി തുടങ്ങിയിട്ടോ. ചെറിയൊരു കുഞ്ഞു വില്ലേജാണ്. ഇവിടെയൊക്കെ വീടുകളുണ്ടോ. നേരത്തെ അവിടുന്ന് ഒരു ട്രക്ക് വന്ന് അതിന് സൈഡ് കൊടുക്കാൻ തന്നെ അത്യാവശ്യം ബുദ്ധിമുട്ടിട്ടോ. കാരണം ഇവിടെ ഒന്നും അത്ര സൈഡില്ല. അങ്ങോട്ടേക്ക് പോകുന്നവരും ഇവിടെ ഒന്നും കുഴപ്പമില്ല, വീടുകളിലുണ്ട്. അതിൻ്റെ മുറ്റത്തേക്കൊക്കെ എങ്ങനെയെങ്കിലൊക്കെ സൈഡ് കൊടുക്കാം. ചെറിയ കുഞ്ഞുമക്കൾ ഇവിടെ കളിക്കണമുണ്ട് കേട്ടോ. ശ്രദ്ധിച്ചു പോകണം. നമ്മൾ ഈ ട്രക്ക് ഇറങ്ങി വരുന്ന സമയത്ത് ഭയങ്കര ഡിഫിക്കൽട്ടാണ്. കയറുന്ന പോലെയല്ല. ഇറങ്ങുമ്പോൾ മാക്സിമം ഇത് ഗിയർ ഡൗൺ ചെയ്തിട്ടാണ് പോകുക. അതിനിപ്പോൾ 3-ലാണ് പോകുന്നത്. ഓക്കെ വീണ്ടും റോഡ് കൺജസ്റ്റഡ് ആയി. നിങ്ങൾ ഈ ഒരു റോഡ് കണ്ടോ. ആ ഒരു സൈഡിൽ അങ്ങോട്ടേക്ക് കറക്റ്റ് വിസിബിലിറ്റി നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവില്ല. ഷില്ലോങ് ഏരിയ കേട്ടോ. അവിടെയൊക്കെ ഒരുപാട് ആൾതാമസവും ബിൽഡിങ്സ് ഉള്ള ഏരിയ ആണ് കണ്ടോ. അങ്ങോട്ടേക്ക് അത്ര വിസിബിലിറ്റി ഉണ്ടാവില്ല. കണ്ടില്ലേ അങ്ങോട്ടേക്ക് വലിയ ഘാട്ടാണ്, കൊക്കയാണ്. അപ്പോൾ പതുക്കെ നമ്മളിങ്ങനെ പയ്യ ഡ്രൈവ് ചെയ്ത് കൊണ്ടുപോകണ്ടോ. രണ്ടാമത്തെ മലയുണ്ട് ഇപ്പോൾ നമ്മൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇവിടുന്ന് നേരെ ഇറങ്ങിയിട്ട് ഷില്ലോങ് റൂട്ട് പിടിച്ചു പോവാണ്. അങ്ങോട്ടൊക്കെ കണ്ടോ. ഇത് ശരിക്കും അടിപൊളി അമേസിങ് വ്യൂ ആട്ടോ. ഓക്കെ നിങ്ങൾ പയ്യ ഇവിടെ നിർത്തിയതാണ്. എയർ ഒഴിവാക്കാണ്. നമുക്ക് ചെറുതായിട്ട് ഇവിടുത്തെ കുറച്ച് വിഷ്വൽസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരട്ടോ. പയ്യ നിർത്തിയോണ്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ എന്തായാലും ഇറങ്ങിയിട്ട് ഞാൻ കുറച്ച് വിഷ്വൽസ് നിങ്ങൾക്ക് എടുത്തരട്ടോ. ഈ ഒരു കാഴ്ച ഉണ്ടല്ലേ, അടിപൊളിയല്ല. ട്രക്ക് ഇതാ അവിടെ നിർത്തിയതാണ്. ഇനി ഇങ്ങനെ ഇതാ ഈ ഒരു മല ഇറങ്ങിയിട്ട് നേരെ ഷില്ലോങ്ങിലേക്ക് പോവാണ്. അവിടെ നിന്നാട്ടോ നമ്മൾ കയറിയത്. അവിടെ എന്തോ ഒരു തീ കത്തുന്നുണ്ടോ ആ ഒരു ഏരിയയിൽ. ഇവിടെ ആ ഒരു ഭാഗത്തു നിന്നൊക്കെയാണ് നമ്മൾ വന്നത്. ഇത് ബറാപ്പാനി ഡാമാണ്. നമ്മൾ ഈ എപ്പിസോഡ് തുടങ്ങിയപ്പോൾ കണ്ടില്ലേ, ഇതാ ഈ ഒരു മല ഇങ്ങനെ കയറി വരാട്ടോ. ശരിക്കും ഈ ഒരു എപ്പിസോഡിൽ ഇതാ ഈ ഒരു കാഴ്ച നിങ്ങൾക്ക് അടിപൊളിയാവും. അതാണ് ഞാൻ പറഞ്ഞത്, സ്കിപ്പ് ചെയ്യാതെ കണ്ടോളിന്ന്. അതാണ്ടില്ലേ മെയിനായിട്ട് ഇങ്ങനത്തെ ഓരോ ക്ലൈമറ്റാണ്. മെയിനായിട്ട് ഇങ്ങനത്തെ ഓരോ കാഴ്ചകളാണ് ഇവിടെ ഉള്ളത്. തണുപ്പ് കൂടി വരികയാണ്. ഇനിയിപ്പോൾ ആ ഒരു ഭാഗത്തേക്ക് കണ്ടില്ല കുറച്ച് ബിൽഡിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെയാണ് ഷില്ലോങ് വരുന്നത്. അങ്ങോട്ടേക്ക് കണ്ടോ ഇപ്പോൾ നമ്മൾ പോകുന്നത്. ഇനി അങ്ങോട്ടേക്കുള്ള റോഡ് അടിപൊളിയുണ്ടോ. നമ്മൾ മല ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വേറെ തന്നെ രൂപത്തിലുള്ള കിടിലൻ റോഡുകൾ കേട്ടോ. കുറച്ചൊരു പച്ചപ്പുണ്ട് ഇങ്ങോട്ടേക്ക്. അത്ര ഡ്രൈ ആയി കിടക്കുന്ന ഏരിയ അല്ല.
തായ്ഭാഗം കണ്ടോ, അങ്ങോട്ടേക്ക് നല്ല താഴ്ച ഉണ്ടോ. ഡാം അത് ആ ഒരു ഭാഗത്തായിരുന്നു. ഓ വേറൊരു വണ്ടി എന്നാണ് ബ്രേക്ക് ചവിട്ടി. ഓക്കെ, അങ്ങോട്ടേക്കുള്ള താഴ്ച ഉണ്ടോ, താഴെ ഒരു അരുവി പോകുന്നുണ്ട്, കണ്ടില്ലേ? അരുവി ഒരു സ്ട്രീമാണ് ചെറുത്. ഇവിടെയൊക്കെ മലമ്പ്രദേശം ഉണ്ടോ. ഫോർ ഇൻഡിക്കേറ്ററൊക്കെ ഇട്ട് ഒരു വണ്ടി നമുക്ക് സൈഡ് വന്നുകൊണ്ടിരിക്കുകയാണ്. ബാക്കിൽ വേറൊരു വണ്ടി വന്നു, ജീപ്പ് ലോറി ഉണ്ട് അവിടെ മെയിനായിട്ടുള്ള, സൈഡ് കൊടുക്കുകയാണ്. നല്ല കൂളിംഗ് ഉണ്ട് കേട്ടോ, ഒരു രക്ഷയില്ല. ഇതുണ്ടോ, ഇവർ മേഘാലയയിൽ ഞാൻ ഇതേപോലത്തെ കൊട്ടല്ല ഒരുപാട് കണ്ടിട്ടുണ്ട്. ഇവർ കൃഷി സ്ഥലങ്ങളിലേക്കൊക്കെ ഇത് കൊണ്ടുപോകും. തിരിച്ചു വരുമ്പോൾ അത് തോളിലിട്ടിങ്ങനെ തോളത്തിട്ടാണ്ട് തിരിച്ചു വരുന്ന രംഗങ്ങൾ ഇഷ്ടം പോലെ ഞാൻ കണ്ടു കേട്ടോ. ഇതൊക്കെ ഏത് ഏരിയയിലൂടെ റോഡ് പോകുന്ന കണ്ടാ, ഇതുണ്ടാ ഇപ്പോൾ ഇവിടെ ഉണ്ടാവുന്ന ഓരോ മരങ്ങളാണ്. നല്ല തണുപ്പാണ് കേട്ടോ. അങ്ങോട്ടേക്കുള്ളൊരു വ്യൂ ഒക്കെ ഒരു രക്ഷയില്ല. ഓ ഇതാണ്ടാ വ്യൂ, ഒരു രക്ഷയില്ലാത്ത വ്യൂ കേട്ടോ. ട്രക്ക് ഇങ്ങനെ പതുക്കെ ഈ ഒരു സൈഡിലൂടെ പോവാണ്. വൈബാട്ടോ. ഇവിടെ റൈഡേഴ്സൊന്നും അത്ര കാണുന്നില്ല കേട്ടോ ഈ ഒരു ഏരിയയിലേക്ക്. എല്ലാവരും ഗുവാഹത്തി ഷില്ലോങ് പിടിച്ചിട്ട് അങ്ങനെ പോവാണ്, കണ്ടില്ല? ഈ ഒരു വഴിയിലൊക്കെ ബൈക്ക് റൈഡേഴ്സിന് പോവാണെന്നുണ്ടെങ്കിൽ നല്ല കാഴ്ചയുണ്ട്, നല്ല കേവും കിട്ടും കേട്ടോ. നല്ല ടേർണിംഗ് ഒക്കെ എടുത്ത് ഇങ്ങനെ പൊളഞ്ഞ് പോവാം. ട്രക്കൊക്കെ കൊണ്ടുപോകാൻ അത്യാവശ്യം നല്ല പാടാട്ടോ. അതുകൊണ്ട് നോക്ക്, നല്ല താഴ്ച ഉണ്ട് കേട്ടോ. സ്കിഡായി കഴിഞ്ഞാൽ തീർന്നേ, ഒന്നും പറയല്ല. വളഞ്ഞ് തിരിഞ്ഞ് ഇറങ്ങുന്നു കേട്ടോ. വേറെ വണ്ടി വന്നാണ്. ഇതൊക്കെ പല വില്ലേജിലേക്ക് പോകുന്ന വണ്ടികളാണ്. അതിൻ്റെ മുകളിലൊക്കെ മാക്സിമം ഇവർ സാധനങ്ങൾ കേട്ടു കേട്ടോ. ചെറിയ ചെറിയ ടാക്സികളൊക്കെ ഉണ്ടാവും. അത് കാറാണെങ്കിലും ജീപ്പ് ലോറി ആണെങ്കിലും മാക്സ് ആണെങ്കിലും മറ്റു കൊലേറെ വണ്ടികളൊക്കെ ആണെങ്കിലും മുകളിൽ മാക്സിമം അത് സാധനങ്ങൾ വെച്ചിട്ടാണ് പോവുക. കാരണം ഇങ്ങോട്ടേക്ക് വണ്ടികൾ വളരെ കുറവാണ് വില്ലേജിലേക്ക്. വില്ലേജിലത്തെ ആളുകൾ പുറത്തേക്ക് പോലും കുറവാട്ടോ. കണ്ടില്ല, ട്രക്ക് വളഞ്ഞിങ്ങനെ വരികയാണ് ഈ റോഡിലേക്ക്. ഓ വീണ്ടും ഇറക്കാൻ കേട്ടോ. നല്ല വഴികൾ, ഒരു രക്ഷയില്ലാത്ത സ്ഥലങ്ങൾ കേട്ടോ. കണ്ടില്ല, ഇവിടെ ഒന്നും ഒരാളും മനുഷ്യനില്ല കേട്ടോ. പയ്യ എന്നോട് പറഞ്ഞു ഒരു രാത്രി പയ്യ ട്രക്ക് ഇവിടെ പോയ സമയത്ത് എന്താണ് ചെറിയൊരു നമ്മൾ അലേർട്ട് അവിടെ പോകുന്ന സമയത്ത്. കാരണം അവിടെ മനുഷ്യരില്ലാത്ത ഏരിയ ആകുമ്പോൾ വണ്ടി ബ്രേക്ക് ഡൗൺ ആകുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. ഇങ്ങോട്ടേക്ക് ടോയി വണ്ടി വരാമെന്നുള്ളതൊക്കെ ഭയങ്കര റിസ്ക്കാണ്. പിന്നെ പെട്രോൾ പമ്പ് ഒന്നും ഇല്ലാത്തതുമാണ്. എല്ലാം കൊണ്ട് റിസ്ക്കാണ്. ഇപ്പോൾ അതൊക്കെ ഇങ്ങനെ മല ഇറങ്ങാനാണ്. ഹോണില്ലാത്തതുകൊണ്ട് ഹോൺ അടിക്കാൻ വയ്യ കേട്ടോ. നോക്കെ വഴി എടുക്കുന്നുണ്ട്. ഒരു കാഴ്ച നോക്കെ, ആ ഒരു സൈഡ് മുഴുവൻ മല ഉണ്ടോ നോക്കെ. ഓ വേറെ വണ്ടി എന്നാണ്. ഇങ്ങനത്തെ ചെറിയ ചെറിയ ടാക്സികൾ വരുന്നുണ്ട് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞത് മാക്സിമം ഇവർ ആ വണ്ടിൻ്റെ മുകളിലൊക്കെ സാധനങ്ങൾ ലോഡ് ചെയ്തിട്ട് കൊണ്ടുപോട്ടോ. ആ വണ്ടിയൊന്നും വലിയണില്ല, മാക്സ് ആണ്, എന്നാലും വലിഞ്ഞ് പോകുന്നുണ്ട് കേട്ടോ. എങ്ങനെയെങ്കിലൊക്കെ ആയിട്ട് കണ്ടില്ല, അവിടെ മലയാണ്, കുറച്ച് ഡ്രൈ ആയി കിടക്കുന്ന മലയാണ്. പതുക്കെ ഇറങ്ങാൻ നോക്കി. ഇവിടെ ലാൻഡ് സ്ലൈഡ് ഉണ്ടായ ഏരിയയാണ്. റോഡ് ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. എന്നുവെച്ചാൽ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ലാൻഡ് സ്ലൈഡ് ഉണ്ടാവുമ്പോൾ JCB ഒക്കെ വന്നിട്ട് റോഡ് ക്ലിയർ ചെയ്യും. നിങ്ങൾ നോക്കാം അങ്ങോട്ടേക്കുള്ള ഒരു വ്യൂ. ഈ റോഡ് പിടിച്ചിട്ടൊക്കെ ഉണ്ടോ നമ്മൾ പോകുന്നത്. ഓ ഡേഞ്ചറാണ് കേട്ടോ. പക്ഷെ വ്യൂ ഒരു രക്ഷയില്ല. താഴ്ഭാഗത്ത് ഒരു അരുവി പോകുന്നുണ്ടോ. ഇവിടുന്ന് ആകെ ഷില്ലോങ്ങിലേക്ക് ഒരു 4-5 കിലോമീറ്റർ ഉള്ളൂ. പക്ഷെ അവിടെ എത്തുമ്പോൾ കുറച്ച് സമയം എടുക്കും കേട്ടോ. മെയിൻ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുന്ന് വണ്ടി വരുമ്പോൾ നമ്മളിവിടെ വെയിറ്റ് ചെയ്യണം. ഇതൊക്കെ ഉണ്ടോ. ഇപ്പോൾ കോടമഞ്ഞ് ഇറങ്ങി തുടങ്ങി. ഇനിയും ഈ മലൻ്റെ സൈഡിലൂടെ പിടിച്ചിട്ട് ഇങ്ങനെ തിരിഞ്ഞിട്ട് ഷില്ലോങ് എത്തണം കേട്ടോ. ഇതൊക്കെ ഒരു പ്രൈവറ്റ് വണ്ടികളാണ്, ടാക്സി ഒന്നുമല്ല. ഇതാണ്ടോ ഇവിടെയൊക്കെ ഉണ്ടോ ലാൻഡ് സ്ലൈഡ് ഉണ്ടാവുന്ന ഏരിയ. ഡേഞ്ചറാണ്, ഭയങ്കര ബുദ്ധിമുട്ടിയിട്ടോ ഇതിലൂടെയൊക്കെ വണ്ടി കൊണ്ടുപോകണേ. നല്ല റിസ്ക്കാണ്. കുലുങ്ങി ഇങ്ങനെ പോവാണ്. ഇതിപ്പോൾ നമ്മൾ 3ാമത്തെ മല ഉണ്ടോ നമ്മളെ കയറി ഇറങ്ങുന്നത്. ഇനിയിപ്പോൾ ഇവിടുന്ന് ഒരു 4-5 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നമ്മൾ ഷില്ലോങ് ഷെയറിലേക്ക് എൻ്റർ ആവും. കേട്ടില്ല, ഈ ഒരു ഭാഗം റോഡ് മോശമാണ്, ഈ ഒരു ഭാഗം റോഡ് ക്ലീനാണ്. അങ്ങനത്തെ ഒക്കെ റോഡാട്ടോ, പൊട്ടിപ്പൊളിഞ്ഞ റോഡ് തന്നെയാണ്. റോഡ് കണ്ടോ നല്ല ഇരുട്ടായിട്ടോ. വീണ്ടും നമ്മളിങ്ങനെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങോട്ടേക്ക് അത്ര വണ്ടികളെ ഒന്നുമില്ല. നമ്മൾ ഉമ്പുളൂക്കിൽ തന്നെ എന്തായാലും കിടന്നു തുടങ്ങാം കേട്ടോ. ഓക്കെ, ബ്ലാങ്കറ്റൊക്കെ ഇട്ടാണ്ട് പൊതച്ചു മൂടി കിടക്കുകയാണ്. കാരണം നല്ല തണുപ്പ് കൂടിക്കൂടി വരികയാണ്. ഇതാണ് പുറത്തേക്കുള്ള കാഴ്ച. കണ്ടില്ല, നമ്മളെ കേരളത്തിൽ ഇതാ ഈ ഒരു ലോറിയില്ലേ ഇപ്പോൾ കുറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ. മേഘാലയയിൽ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ, ഇഷ്ടംപോലെ ഉണ്ട്. വലിയ വലിയ കല്ലും പിന്നെ അതേപോലെ തന്നെ ചാർക്കോളൊക്കെ കൊണ്ടുപോകുന്ന ലോറികളായിട്ട് ഇവർ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ സമയം ഏകദേശം 5:30 മണി കേട്ടോ. പക്ഷേ ഇരുട്ടായി തുടങ്ങി. ഭയ്യത
കഷ്ടപ്പെട്ട് ഈ റോഡിലൂടെ ഇങ്ങനെ കൊണ്ടുപോകണ്ടാവും. ഇതാണ് അവസ്ഥ. ഇവിടെ കുറച്ചൊക്കെ ബാക്കിൽ കുറച്ചൊക്കെ ഒരു വീടുകളുണ്ടായിരുന്നു, ഒരു വില്ലേജ് ആയിരുന്നു. വീണ്ടും റോഡ് മോശമായി, വില്ലേജൊക്കെ വിട്ടിട്ട് ഒരു ഫോറസ്റ്റ് പോലത്തെ ഏരിയ തന്നെ കേട്ടോ. എന്നാലും കുറച്ച് ആളുകളുണ്ട് കേട്ടോ ഈ ഏരിയയിലേക്ക്. ഏകദേശം മലയൊക്കെ ഇറങ്ങി നമ്മൾ ഷില്ലോങ്ങിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, ദൂരം കുറവാണെങ്കിലും റോഡ് മോശമായതുകൊണ്ട് എത്താൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടോ പയ്യ, അതാണ് പറയുന്നത്. അത്യാവശ്യം കഷ്ടപ്പെട്ടിട്ട് കേട്ടോ ഇങ്ങോട്ടേക്ക് എത്തിയത്. ഇതാണ് നമ്മളെ ഷില്ലോങ് റൂട്ട്. ഏകദേശം ഇപ്പോൾ നമ്മൾ ഷില്ലോങ്ങിലെത്തി. ഇപ്പോൾ മെയിനായിട്ട് പയ്യ പോകുന്ന ലോഡ് എടുക്കാനാണ്. ഇവിടുന്ന് കാര്യമായിട്ട് നമ്മൾ ലോഡ് ചെയ്യാൻ പോകുന്ന ജാഡില്ല, മേഘാലയ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ ഇവർ ചൂലുണ്ടാക്കും. ആ ചൂല് ഇവിടുന്ന് ലോഡ് ചെയ്തിട്ട് നേരെ ഗുവാഹട്ടിയിലേക്ക് പോകും കേട്ടോ. കണ്ടില്ല, ഇവിടുന്ന് ഇതാ ഈ ഒരു മെയിൻ റോഡിലേക്ക് ചാടിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയും ടാക്സി തന്നെ കേട്ടോ. ഈ ഒരു കളറ് കണ്ടാൽ തന്നെ മനസ്സിലാവും ടാക്സിയാണ്. ഇവിടുന്ന് അങ്ങോട്ട് ഇനിയും മെയിൻ സിറ്റി തന്നെ കേട്ടോ. ഇവിടെ ടാക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, എക്സ്പെൻസീവാണ്. ഷോപ്പ് ഇട്ട് കഴിഞ്ഞാൽ 10,000 മുതൽ റെൻറ്റ് റേറ്റ് തുടങ്ങും കേട്ടോ. നമ്മളെ ഈ ഒരു എപ്പിസോഡ് എന്തായാലും ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമ്മൾ ഈ ഒരു എപ്പിസോഡിൽ കാര്യമായിട്ട് കണ്ടത് മേഘാലയയിലെ കുറച്ച് ഹിൽ സ്റ്റേഷനിലാണ്. ഈ ഒരു ട്രെക്കിലാണ് നമ്മൾ വന്നത് കേട്ടോ. അത്യാവശ്യം ഹിൽ സ്റ്റേഷനൊക്കെ പിടിച്ച് അവിടുത്തെ കുറച്ച് വില്ലേജ് കാഴ്ചകൾ, പിന്നെ അവിടുത്തെ കുറച്ച് ലൈഫ് സ്റ്റൈലൊക്കെ ഞാൻ മാക്സിമം കൊണ്ടുവരാൻ ശ്രമിച്ചാണ്. എന്നാലും വില്ലേജിലേക്ക് നമ്മൾ കൂടുതലായിട്ട് ഇറങ്ങി ചെന്നിട്ടില്ല. ഈ ഒരു ലോറിയിൽ ഇതാ കുറച്ച് വളഞ്ഞ് മൂക്കൊടിച്ച് ഇതാ ആടി കുലുങ്ങി ഡാൻസ് കളിച്ച് വന്നാൽ കേട്ടോ. എന്തായാലും നിങ്ങൾക്ക് കാഴ്ച ഇഷ്ടപ്പെടും. ഇപ്പോൾ നമ്മളല്ലേ മേഘാലയയിലെ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ ഇവിടെ അഗ്രികൾച്ചറിൻ്റെ ഒരു ചെറിയൊരു പരിപാടി ഉണ്ട്. എന്ന് വെച്ചാൽ ഇവർ ഇവിടെ ചൂല് പിന്നെ അതേപോലെ തന്നെ കുറച്ച് സംഗതികളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ആ ഒരു ചൂല് ഇവിടുന്ന് ഗുവാഹട്ടിയിലേക്ക് ലോഡ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇവിടെ ട്രക്ക് സൈഡാക്കിയിട്ടുള്ളത്. കുറച്ച് കഴിഞ്ഞാൽ ലോഡ് ഇവിടുന്ന് കയറ്റിട്ടോ. വേറെന്താ, കൂടുതലൊന്നും പറയുന്നില്ല. ഈ ഒരു എപ്പിസോഡ് എന്തായാലും നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. തൽക്കാലം ബൈ.